ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന AMCS FNCKയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത കുട്ടികൾ ടോക്കൺ ഫീസ് ഒക്കെ അടച്ച് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളും ഉണ്ടാകും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ 2025 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം അലോട്ട്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്തും നിങ്ങൾക്ക് എത്രാമത്തെ അലോട്ട്മെൻറ്റ് ഏത് കോളേജിൽ കിട്ടിയിട്ടുണ്ട് എന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നതും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. കുറേ കുട്ടികൾ തന്നെ ആപ്ലിക്കേഷനിൽ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അവർക്കൊന്നും മുന്നോട്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് എല്ലാ കുട്ടികളുടേതുമുണ്ട്. എല്ലാ കുട്ടികളുടെയും ആപ്ലിക്കേഷൻ നമ്പറും പേരും അതുപോലെ തന്നെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എത്രാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് പ്രിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവരുടെ ഇൻഡെക്സ് മാർക്ക് പെർസെൻറ്റേജ് രീതിയിൽ എത്രയാണ്, അതുപോലെ തന്നെ അവർ കൺഫേം ചെയ്തിട്ടുണ്ടോ, അതായത് ടോക്കൺ ഫീസ് അടച്ച് കൺഫേം ചെയ്ത കുട്ടികളുണ്ട്, ടോക്കൺ ഫീസ് അടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ, ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ടോക്കൺ ഫീസ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. കാറ്റഗറി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി, അതുപോലെ കൺഫേംഡ്, ഹയർ ഓപ്ഷൻ, അലോട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിലേക്ക് മീനിങ് എന്ന് പറയുന്നത് കൺഫേംഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അഡ്മിഷൻ എടുക്കാതെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാകാം. ഓക്കെ, അതുപോലെ തന്നെ കൺഫേംഡ് നോട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളാണ്. അവരെ ഇനി അടുത്തതിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ നോട്ട് കൺഫേംഡ് എന്ന് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ കൺഫേംഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 12 or 13ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നിങ്ങൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിങ്ങൾ മുകളിലേക്ക് ഓപ്ഷൻ വെച്ചിരിക്കുന്ന കോളേജസ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഹയർ ഓപ്ഷനെ നിങ്ങൾക്ക് വേണ്ടി എലിജിബിൾ ആണ് എന്ന രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 828 കുട്ടികൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 2 കോളേജസ് ആഡ് ആയിട്ടില്ല, ടെക്നിക്കൽ ഇഷ്യൂ കാരണം. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരും എന്നതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ആ 2 കോളേജസും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വന്നിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ കോളേജസ് വെച്ച കുട്ടികൾ വിഷമിക്കാതിരിക്കുക. ടെക്നിക്കൽ ഇഷ്യൂസ് മാറിയതിന് ശേഷം ആ കോളേജും അലോട്ടഡ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് ചാൻസ് വരുന്നതായിരിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഉള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കുറേ കുട്ടികൾക്ക് ഏത് കോളേജാണെന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ റീസൺ കോളേജിൻ്റെ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് AZH അങ്ങനെയുള്ള രീതിയിലുള്ള ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല കുട്ടികളും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട് ഏത് കോളേജാണിത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഡ് അനുസരിച്ചാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതനുസരിച്ച് വേണം നിങ്ങൾ കോളേജിന് കിട്ടിയതിന് ശേഷം ടോക്കൺ ഫീസ് അടച്ച് അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോയൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയില്ല. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 25,000 rupees ടോക്കൺ ഫീസ് അടച്ച കുട്ടികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടയ്ക്കാതെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. ടോക്കൺ ഫീ അടയ്ക്കാനുള്ള സമയമെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് മുതൽ സെപ്റ്റംബർ 15-ാം തീയതി 5 മണി വരെയാണ് നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 15-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തിട്ടില്ല എന്നൊരു ലിസ്റ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 20 വരെയുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ ആയിട്ട് കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാനായിട്ട്. പല കുട്ടികളും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നതാണ് എത്രത്തോളമുള്ള വർക്കാണ്
കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി AMCS FNCKയുടെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം AMCS FNCKയിലെ BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ഷെഡ്യൂൾഡ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. AMCS FNCKയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് എന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിനും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതും നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ആ ഒരു കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം കൺഫേം ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. കൺഫേം ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ കൺഫേം ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോകരുത്. എഡിറ്റ് ചെയ്യാത്ത കുട്ടികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മുന്നോട്ട് ഹയർ ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹയർ ഓപ്ഷൻസ് എല്ലാം തന്നെ റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം കൺഫേം കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, അതുപോലെ സാറ്റിസ്ഫൈഡ് ആയ കുട്ടികളും സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുട്ടികളും കൺഫേം ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അവർ പറയുന്ന ആ ഒരു ടൈമിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആ ഒരു ടൈമിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനോ മുന്നോട്ടുള്ള പ്രോസസ്സിങ്ങിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു ടൈം അനുവദിച്ച് തരുന്നതല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പല കുട്ടികളും ചോദിക്കുന്നതാണ് ഓപ്പൺ മെറിറ്റ്, ഈ CRS അതുപോലെ CM എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. AMCS FNCK എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അപ്പോൾ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനായിരിക്കും ഇവിടെ പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ CRS എന്ന് പറയുന്നത് കന്യാസ്ത്രീ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും, അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ടാകും. ഇവരുടെയൊക്കെ പ്രയോറിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് കാറ്റഗറി സ്റ്റുഡൻസിലുള്ള, അതായത് മുസ്ലിം, ഈഴവ, ബാക്കി EWS അങ്ങനെയുള്ള കാറ്റഗറി സ്റ്റുഡൻസിനെ എല്ലാം തന്നെ ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നുണ്ടാവുക. അതാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നോട്ടിഫിക്കേഷനിൽ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളതുണ്ട്. നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഈ ടോക്കൺ ഫീ അടച്ച റെസീറ്റ്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുത്തിരുന്ന എല്ലാ കോപ്പീസും, അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, +2 SSLC അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ കുറേ കുട്ടികൾ ചോദിച്ചതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണമോ എന്നുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റിൽ നേറ്റിവിറ്റി തെളിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മതിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഇൻഫർമേഷൻസ് ഉടനടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.